നാടിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മറ്റൊരു ദുരന്ത വാർത്ത കൂടി. മോളെ തീർത്ത വഴക്കുകൾ പറയാൻ മാതാപിതാക്കൾ ഉള്ളത് മഹാഭാഗ്യമാണ് മോളെ. എന്തുകൊണ്ടെന്നാൽ അറിയോ, അനാഥാലയങ്ങളിലും മറ്റും അച്ഛനും അമ്മയും ഇല്ലാത്തവർ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്ക് കേൾക്കാൻ കൊതിക്കുന്നവർ. 10ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ, അതും 15 വയസ്സ് മാത്രം പ്രായം. നിങ്ങളെയൊക്കെ നേർവഴിക്ക് നയിക്കാൻ പിന്നെ മാതാപിതാക്കളല്ലെങ്കിൽ ആരാണ് മക്കളെ വരേണ്ടത്? മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒന്നും വേണ്ടാത്ത നിങ്ങളുടെ ലോകം. കഷ്ടമുണ്ട് ഓരോ വാർത്തകളുടെയും പിന്നാലെ ഇതുപോലെ പോയി കാണുന്ന കാഴ്ചകൾ. ഹൃദയത്തെ പിടിച്ച് ഉലയ്ക്കുന്നവയാണ്. കാട്ടാക്കടയിൽ 10ാം ക്ലാസ്സുകാരി കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ. നാട്ടുകാരും ബന്ധുക്കളും സ്കൂൾ കുട്ടികളും അധ്യാപകരുമായി ധാരാളം പേർ കാട്ടാക്കടയിലുള്ള ആ വീട്ടിലേക്ക് ഓടിക്കൂടി. ആർക്കും അത് വിശ്വസിക്കാനായില്ല. കൂട്ടം കൂടിയവരിൽ ചിലർ ചിലതൊക്കെ അടക്കം പറഞ്ഞത് കേട്ടു. ചിലർ ഉറക്കെ വിലപിക്കുന്നുണ്ടായിരുന്നു. കാട്ടാക്കടയിൽ അടുത്തിടെ ഇത് 2ാമത്തേതാണ്. ചെറിയ ഇടവേളകളിൽ പൊഴിഞ്ഞു പോകുന്ന പൂമൊട്ടുകൾ. കുട്ടികൾക്കെല്ലാം ഇതെന്തു പറ്റുന്നു? ഇവിടെയാണെങ്കിൽ അച്ഛൻ ജനസമ്മതിയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അമ്മ ഈ 2 കുട്ടികളെ ഒരു കരയെത്തിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്നുണ്ട്. മോൾക്ക് വയസ്സ് 15 ആയതേ ഉള്ളൂ. ഇളയ ആൺകുട്ടി 4ലോ 5ലോ പഠിക്കുന്നു. 2 പേരെയും ഇത്ര ദൂരം സ്കൂളിൽ കൊണ്ടുവിടുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതുമൊക്കെ അച്ഛൻ തന്നെയാണ്. കുറേ ദൂരമുണ്ട് നടക്കാൻ. കൗമാരത്തിൻ്റെ ഓജസ്സും ഊർജ്ജസ്വലതയുമുള്ള മൂത്തവൾ തീർത്ത. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കണ്ണിലുണ്ണിയാണവൾ. പഠിക്കാൻ മിടുക്കിയാണ്. സ്കൂളിൽ അവൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എല്ലാറ്റിലും പങ്കെടുക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു ജനസമ്മതിയുള്ള കുട്ടി. വീടിന് വലിയ മട്ടും മെനയും ഇല്ലെങ്കിലും മാതാപിതാക്കൾ കുട്ടികളുടെ ആവശ്യങ്ങൾ നടത്തിച്ചു കൊടുത്തു. ഇനി പറയുന്നത് ചാനൽ പറഞ്ഞിടുന്ന കാര്യമല്ല. അവിടെ കൂട്ടം കൂടിയ ആൾക്കാർ പരസ്പരം പറഞ്ഞ കാര്യമാണ്. കൊറോണ വന്ന കാലം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അന്ന് കുട്ടികൾക്കെല്ലാം കടം വാങ്ങിയിട്ടാണേലും രക്ഷിതാക്കൾ ഈ മൊബൈൽ എന്ന് പറയുന്ന കുന്ത്രാണ്ടം വാങ്ങിക്കൊടുത്തു. ഓൺലൈൻ ക്ലാസ്സും ഗ്രൂപ്പ് ചർച്ചകളും പഠനവും ഹോംവർക്കും എല്ലാം പിന്നെ മൊബൈലിലായി. അങ്ങനെ കൊറോണ പോയി, വർഷങ്ങൾ കഴിഞ്ഞു. കുട്ടികൾക്ക് ഇതെന്ത് സംഭവിക്കുന്നു എന്നറിയില്ല. ഒരേപോലെ സമാനതകളുള്ള ധാരാളം വാർത്തകൾ നമ്മുടെ നാട്ടിൻപുറത്തും ഗ്രാമങ്ങളിലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് മൊബൈലിൽ കുടുങ്ങുന്ന ഒരു തലമുറ. ഇത് പലരും അവിടെ ചർച്ച ചെയ്യുന്ന കേട്ടു. ഈ കുട്ടിയുടെ മരണകാരണം എന്ത് എന്ന് നമുക്ക് വ്യക്തമല്ല. അത് പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. പക്ഷേ ചില സംശയങ്ങൾ ആൾക്കാർ പറഞ്ഞതാണ്. ഇവിടെയും മൊബൈൽ വില്ലനായോ? അത് താഴെ വയ്ക്കാൻ പറഞ്ഞതാണോ? കുട്ടിക്ക് താങ്ങാനാവാത്ത ദുഃഖത്തിന് കാരണം? അങ്ങനെയാണ് ചിലർ പറയുന്നത് കേട്ടത്. പോലീസ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴി പരിശോധിക്കുന്നുണ്ട്. ഫോൺ ഉപയോഗിച്ചിരുന്ന കുട്ടിയാണോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അലിഗേഷൻസോ പ്രശ്നങ്ങളോ കുട്ടിക്കുണ്ടോ? പക്ഷെ അവിടെ കൂടിയ ആൾക്കാരിൽ സ്കൂൾ കുട്ടികളായ ചില കുട്ടികൾ അവിടെ നിന്ന് പറയുന്ന കേട്ടു. അവൾ വളരെയധികം ഹാപ്പിയായിരുന്നു. ഈ സംഭവം നടക്കുന്ന അന്നും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ വന്നിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അവർക്കറിയില്ല. അവളുടെ ക്ലാസ്സിലെ കുട്ടികളാണവർ. അവരുടെ ഫോണിലെ ഗ്രൂപ്പ് ഡിസ്കഷനുകളും മറ്റ് സന്തോഷകരമായ അവളുടെ സാന്നിധ്യങ്ങളും എടുത്തു വച്ച് കണ്ടുകൊണ്ട് അവർ ചർച്ച ചെയ്യുന്നത് രഹസ്യമായി ഞാൻ കേട്ടു. ഞാൻ അവിടെ നിന്ന് കണ്ടു. ആ കുട്ടികളുടെ കയ്യിലും പലക പോലത്തെ ഫോണുണ്ട്. അവർ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകളിലാണ്. അവർ ചർച്ചയിലാണ്. മാതാപിതാക്കളെ മറന്നുള്ള അവരുടെ ചർച്ചകൾ, അവരുടെ ലോകം. പാരമ്പര്യത്തെയും കടപ്പാടുകളെയും മറന്നുള്ള ചർച്ചകൾ. അതും ഊണും ഉറക്കവുമില്ലാതെ. ഫോൺ അഡിക്ഷൻ അല്ല, ഫോൺ അപഹരിച്ചിരിക്കുകയാണ് പിള്ളേരെ. സോംബികളാക്കി മാറ്റി. സ്വന്തം ലക്ഷ്യബോധവും മറന്ന്, കർമ്മമേഖലയെ മറന്ന്, പ്രവർത്തനങ്ങളും ഒക്കെ മറന്ന് കുട്ടികളെ സോംബികളാക്കി മാറ്റിയിരിക്കുകയാണ്. അത് നോക്കി നിൽക്കാനും കണ്ടു നിൽക്കാനും മാത്രം വിധിക്കപ്പെട്ട മാതാപിതാക്കൾ.
മക്കളെ, സൂക്ഷിക്കണം, ഇത് അപകടകരമായ ഒരു നേരം പോക്കാണ്. ഭയങ്കര ചൂടാണല്ലേ, ഒരു രക്ഷയില്ല. ഈ കൊച്ചിനെ എടുത്തല്ലേ? നല്ല പഠിക്കുന്ന ഒരു കൊച്ചെന്നാണ് സ്കൂളുകാരൊക്കെ പറയണത്. അവിടുത്തെ മറ്റേ ഗൈഡ്സിലോ എന്തൊക്കെ ഉണ്ടായിരുന്നു അത്ര. എവിടെന്നോ ഒരു കടയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് പോയതാണെന്നത്. ഡാൻസ് കളിച്ചിട്ടൊക്കെ വന്നതാണെന്നാണ് പറഞ്ഞത്. പുറത്ത് ആഡിയൻസിന്റെ ഇത് അമ്മ വഴക്ക് പറഞ്ഞെന്നാണ് പറയുന്നത്. പിള്ളേര് അമ്മ എന്നല്ല, ഒന്നും പറയാൻ പാടില്ല. അമ്മയ്ക്കും അച്ഛനും ഒന്നും ഒരു പെർമിഷനും ഇല്ല. ഒന്നുമില്ല. പ്രത്യേകിച്ച് അച്ഛൻ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും ഓരോ സാഹചര്യങ്ങളിലും നല്ലത്. അമ്മ കൂടുതലും അവസാന നിമിഷം വരെ അമ്മ സപ്പോർട്ടായിരിക്കും കേട്ടാ. കണ്ട് കുറെ എന്തായാലും അമ്മയ്ക്കാണല്ലോ എപ്പോഴും കൂടുതൽ കുറെ സപ്പോർട്ട് ആയിരിക്കും. ആ സപ്പോർട്ടിന്റെ അവസാനം സൈയിട്ട് എന്തെങ്കിലും പറഞ്ഞ കഴിയും. ഇതാണ് സംഭവിക്കുന്നത്. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ട്, അവർക്ക് മറ്റാരെയും തിരിച്ചറിഞ്ഞൂടാ. എല്ലാ വീടുകളിലും എല്ലാരും പരാതി പറയുന്നത് ഇത് തന്നെ. മൊബൈലിലാണ് ഇപ്പം ജീവിക്കുന്നത്. ഒടുവിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവരിത് ചെയ്യും. ഇത് ആവർത്തിക്കപ്പെടുന്നതാണ്, ഒരിടത്തല്ല. അതുകൊണ്ട് ഇവിടെ നടന്ന എന്തെന്ന് നമുക്കറിയില്ല. ഇവിടെ നടന്നതേ ആർക്കറിയാം? വഴക്ക് പറഞ്ഞു എന്നാണ് ഞാൻ ഈ വന്ന അടുത്തുള്ളവരോട് ചോദിച്ചത്. കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അമ്മയ്ക്ക് വഴക്ക് പറഞ്ഞൂടാ. പിള്ളേരങ്ങനെയാണല്ലോ, കൂടുതൽ സ്നേഹം കൊടുത്താലും കുഴപ്പമാണ്. ഇപ്പൊ എന്താ കേട്ടോ, ഇപ്പൊ നമുക്ക് പിടികിട്ടാത്ത കുറച്ച് പിള്ളേരാ ഈ തലമുറ. ഭയങ്കര നമ്മുടെ ഒക്കെ നോക്കുമ്പോ അവിടെ ഇവിടെ കനകക്കുന്ന് മ്യൂസിയം കുളത്തിലൊക്കെ സാധാരണ 6:30-7 മണി കഴിഞ്ഞാൽ പിള്ളേർ വീട്ടിൽ കയറുന്നതാണ്. ഇത് 8:30 ആയാലും മരത്തിന്റെ ആൺകുട്ടികൾ വീട്ടിൽ കയറും, പെൺകുട്ടികളാണ് പുറത്ത്. പെൺകുട്ടികളെ നേരെ പോകാൻ മതിക്കുന്നില്ല. അത് ഒരു വീടെന്നല്ല, മൊത്തത്തിൽ ആ കൊറോണയ്ക്ക് ശേഷം മൊബൈൽ ഫോൺ വഴി സ്കൂളിൽ അതാണ് ഏറ്റവും വലിയൊരു അപകടമായ സംഭവം. അതാണ് ഏറ്റവും വലിയ. കൊറോണയാണ് ദുരന്തം വിതച്ചത്. ഒരുപാട് ജീവിതം. ഇപ്പൊ രണ്ടാഴ്ച ആയതേ ഉള്ളൂ. ഇവിടെ വേറൊരു പയ്യൻ മരിച്ചു. ഇവിടെ കട്ടകട തന്നെ, പ്രോപ്പർ ബസ് സ്റ്റാൻഡിനടുത്ത്. അത് ഇത് തന്നെ. അതും കാരണം എന്താണെന്നുള്ളത് എവിടെയും പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞരം പറത്തിട്ട് 3ാമത്തെ നിലയിൽ നിന്ന് താഴെ ചാടിയിട്ടാണ് മരിച്ചു. കോട്ടി മരിച്ചു. അത് എന്താ പറഞ്ഞ MCA കഴിഞ്ഞത്. ഇനി വേറൊരു കാര്യമുണ്ട്, ഈ അമ്മയും ഒരിക്കലും പറയില്ല മകളെ വഴക്ക് പറയാൻ എന്താണ് അമ്മ കണ്ടത്, പറയില്ല. അതൊരിക്കലും അവര് പറയില്ല. പക്ഷെ അവള് ഈ കൊച്ചിനെ സംബന്ധിച്ച് അമ്മ 2 പിള്ളേരെയും ഭയങ്കര ഇതായിട്ട് കൊണ്ട് നടക്കുന്നു. ഒരേ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ഇവരെ അറിയിക്കാത്ത അവള്. നമുക്ക് എന്ത് ജോലിയും ഉണ്ട്. നമ്മളിവിടെ ബ്യൂട്ടി പാർലർ ഇട്ടിരുന്നു, അപ്പൊ വേറെ എവിടെ പോകുന്നു. എന്തായാലും ഓരോ ദുരന്തങ്ങൾ. അപ്പൊ ഇതെടുത്തേ പിന്നെ ക്ഷേത്രത്തിൽ പോയി ഇവിടുത്തെ പക്ഷെ ഇന്നലെ അവിടെയുള്ള പിള്ളേർ പറയുന്നു കൂട്ടുകാരോടൊപ്പം ജ്യൂസ് ജ്യൂസൊക്കെ കുടിക്കാം. അങ്ങനെയൊക്കെ പോയി പിള്ളേരുമായിട്ടൊക്കെ ഇവിടെ വന്ന് അവരെല്ലായിട്ട് പോയി. പിന്നെ വൈകുന്നേരം അച്ഛനും മക്കളും എല്ലാം കൂടെ വീണ്ടും വരണോണ്ട് ഒരുമിച്ച് പോസ്റ്റ് ഒട്ടിക്കാൻ പോയി. അവിടെ നിന്ന് ഒരുമിച്ച് വന്നു. താഴെ ഇവര് വർത്താനം കാണാത്തോണ്ട് വെച്ച് വെക്കേണ്ടി പറഞ്ഞു. ചേട്ടൻ മുകളിൽ കയറി പോയിട്ട് ചേർക്കാൻ ഓടുന്നു വീട്ടിൽ പോകും. ഈ വിളിയായിട്ടാണ് വ്യോമ അജീഷിനെ വിളിച്ചത്. ആ താഴോട്ട് ഭയങ്കര വിളിയായിരുന്നു. നമ്മളപ്പോ അതിലെ കൂടെ വരുമായിരുന്നു. സന്ധ്യക്ക് ഞാൻ വന്നു. പിന്നെ അതിലെ കൂടെ വന്നപ്പോ ഉണ്ട് വിശ്വസിത്തില്ല. 3-ലാണ് പോകുന്നത്. ഇവൻ തന്നെ കൊണ്ടാക്കണത്.
ജാലി 11 മണിക്ക് അകത്ത് 10 11 അത്രയും കഴിഞ്ഞു. പണ്ട് അച്ഛനെയും അമ്മയും കണ്ടു വളരുന്നൊരു തലമുറ ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ പോലെ ആവണം എന്ന് പറയുന്ന ആൺകുട്ടികൾ, എനിക്ക് അമ്മയെ പോലെ ആവണം എന്ന് പറയുന്ന പെൺമക്കൾ. അതുകൊണ്ട് തന്നെ അടുക്കള കാര്യങ്ങൾ നോക്കാനും വിളക്കൊരുക്കാനും മുറ്റമടിക്കാനും ഒക്കെ പെൺകുട്ടികൾ അമ്മയെ സഹായിക്കാൻ കയറുമായിരുന്നു. ആൺകുട്ടികളും അച്ഛൻ്റെ വഴി പിന്തുടരുമായിരുന്നു. ഇപ്പോൾ എല്ലാം തെറ്റി. സൂക്ഷിക്കണം.